കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു. 79-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത് വാക്യം. ദൈവമേ, ജാതികൾ നിൻ്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരൂശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. ആസാഫ് എന്ന ദൈവമനുഷ്യൻ്റെ അനുഗ്രഹീതമായൊരു പ്രാർത്ഥനാ വാചകമാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവരുന്നത്. അതിൻ്റെ ആദ്യ വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നൊരു വാക്യം ഇതാണ്: ജാതികൾ നിൻ്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ ജനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അവകാശത്തിൽപ്പെട്ടവരാണ്, അല്ലേ? ഇസ്രായേൽ ജനത്തെ ദൈവം വിളിക്കാൻ കാരണമുണ്ട്. അതിൻ്റെ ബേസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അബ്രഹാം എന്ന ഏക മനുഷ്യനാൽ ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഇസ്രായേൽ ജനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്ക് നിങ്ങൾ വെട്ടിയെടുത്ത ഘനിഗർഭമായ സാറായിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും അവനെ ഏകനായി വിളിച്ച് ഞാൻ അവനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അബ്രഹാം എന്ന ഒറ്റ മനുഷ്യനിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുന്ന ദൈവജനത്തെ ക്രിയേറ്റ് ചെയ്യാൻ, സൃഷ്ടിക്കുവാൻ ദൈവം അതിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തി എന്നുള്ളതാണ് ആധാരം. നമുക്കറിയാം, മിസ്രൈമിൻ്റെ മണ്ണിൽ യോസഫിൽ മുഖാന്തരം ഇസ്രായേലിലെ യാക്കോബിൻ്റെ മക്കളും കുടുംബങ്ങളുമായി പോകുന്ന സമയത്ത് 70-ൽ അകത്തു വരുന്നൊരു തലമുറ, ഒരു സമൂഹം. പിന്നത്തേതിൽ 400 വർഷം കഴിയുമ്പോൾ മിസ്രൈമിന് അവൻ്റെ കൂടാരവും ഭയപ്പെടത്തക്ക രീതിയിൽ ഇസ്രായേൽ ജനത്തെ ദൈവം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. അടിമകളായിരുന്നു ഇസ്രായേൽ ജനം. എന്നാൽ അടിമകളെ പോലും മിസ്രൈമ്യ സമൂഹം ഭയപ്പെടേണ്ടി വന്നൊരു സാഹചര്യം നിങ്ങൾ നോക്കിയേ. അത്രയ്ക്കും അസാധാരണമായൊരു വളർച്ച അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ പീഡനങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. പീഡിപ്പിക്കും തോറും കഷ്ടത ജീവിതത്തിലുണ്ടോ, പ്രയാസ ജീവിതത്തിലുണ്ടോ, ദൈവം നിന്നെ വളർത്തുക തന്നെ ചെയ്യും. ഒരു പക്ഷേ പലരെയും നോക്കിയാൽ, പലരുടെ ക്രിസ്തീയ ജീവിതം നോക്കിയാൽ പലരും പറയണം, എനിക്ക് കഷ്ടതയൊന്നുമില്ല, പ്രയാസമൊന്നുമില്ല, പ്രതിസന്ധികളൊന്നുമില്ല എന്ന് പറയുന്ന അനേകരും നമുക്ക് കാണുവാൻ കഴിയും. അവർക്കൊന്നും ഒരു തരത്തിലും വളർച്ച കാണത്തില്ല. സ്തോത്രം. എന്നാൽ ജീവിതത്തിൽ കഷ്ടതകളുണ്ടെങ്കിൽ, പീഡനമുണ്ടെങ്കിൽ, ഏകാന്തതയും മരുഭൂമിയുടെയും പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ വളരുമെന്നുള്ളതിനകത്ത് ഒരു സംശയവും ലവലേശമില്ല. സ്തോത്രം. ഇവിടെ ശ്രദ്ധിച്ച്, ഇസ്രായേൽ ജനം ഇങ്ങനെയൊക്കെ വളർന്ന ജനമാണ്. ആവർത്തന പുസ്തകമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് മരുഭൂമി എന്ന പ്രയാണത്തിൽ നിന്ന് കനാൻ ദേശം എന്ന വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് ദൈവം ഇസ്രായേൽ ജനത്തെ കൊണ്ടുവരികയാണ്. ആവർത്തന പുസ്തകം, യോശുവയുടെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തിലേക്ക് വരുന്നു. സ്തോത്രം. പക്ഷേ കാലങ്ങളുടെ പോക്കിൽ ദൈവകൽപ്പന ലംഘിച്ചതിനെ പ്രതി ഇസ്രായേലിനെ തകർക്കുവാൻ തക്കപ്പെട്ട് ജാതികൾ പുറപ്പെട്ടു വന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ആസാഫ് എന്ന ദൈവമനുഷ്യൻ പരാമർശിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ അവകാശത്തിലേക്ക് ജാതികൾ കടന്നിരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പലപ്പോഴും നമ്മുടെ അവകാശങ്ങളിലേക്ക്, നമ്മുടെ നന്മകളിലേക്ക്, നമ്മുടെ അനുഗ്രഹങ്ങളിലേക്ക് പിശാച് കടന്നു കയറുന്ന അനുഭവമുണ്ട്. സ്തോത്രം. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദൈവകൃപയോടെ മുന്നോട്ട് പോകേണ്ട കുടുംബങ്ങൾക്കകത്തേക്ക്, തലമുറകളിലേക്ക്, സഭയിലേക്ക്, വിശ്വാസ മേഖലകളിലേക്ക് ജാതീയ ശക്തികളും അതിൻ്റെ അവകാശങ്ങളും കയറിക്കൂടുന്ന തലങ്ങളുടെ പിശാചിൻ്റെ കൂട്ടാളികൾക്കും ഇല്ലെങ്കിൽ പിശാചിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവർക്കും ദൈവജനം സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇരിക്കുന്നത് ഒരിക്കലും പിശാചിന് അവൻ്റെ കൂട്ടാളികൾക്കോ ഇഷ്ടമല്ല. തിരുവചനം പറയുന്ന 2 പേർ ഭൂമിയിൽ ഐകമത്യപ്പെടുന്ന ഏതു വിഷയത്തിനകത്തും കർത്താവിൻ്റെ കരം വെളിപ്പെട്ടു വരുമെന്നുള്ള തിരുവചനമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ അവിടെ ആ പിശാചിൻ്റെ പ്രവൃത്തി കിടക്കുന്ന, അല്ലേ? ഭിന്നിപ്പിക്കുക, സ്തോത്രം, മാറ്റി നിർത്തുക, സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുക, ഭിന്നത വരുന്നത് സഭയാകാം, കുടുംബമാകാം, ദേശമാകാം, ദൈവദാസന്മാരെയാകാം. പിശാചിന് നന്നായിട്ടറിയാം. അതുകൊണ്ടൊക്കെയാണ് 2-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് പിശാച് പറയുന്നില്ലെങ്കിൽ സാത്താന്യ മേഖലകൾ, രാജകീയ ശക്തികൾ പറയുന്നൊരു കാര്യമുണ്ട്: അവരുടെ കെട്ടുകളെ നമ്മൾ അഴിക്കുക, അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സ്തോത്രം. കാര്യം സ്തോത്രം, അവരുടെ ഐക്യത, ദൈവജനത്തിൻ്റെ ഐക്യത എവിടെ തകരുമോ അവിടെ പിശാച് പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെ
പിശാച് അവകാശം സ്ഥാപിക്കാൻ തുടങ്ങി. ഇവിടെ സംഭവിക്കുന്നതാണ്, ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടി ദൈവകൃപ വിട്ട് അന്യപ്പെട്ടപ്പോൾ സാത്താന്യ മേഖലകളോ ജാതീയ ശക്തികളോ അതിനകത്തേക്ക് അവകാശം പറഞ്ഞു വരുവാൻ തക്കവണ്ണം ഇടയായി. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്, വിട്ടുകൊടുക്കരുത് സാത്താന്യ മേഖലകൾക്ക്, സാത്താന്യ തന്ത്രങ്ങൾക്ക്, ജാതീയ ശക്തികൾക്ക് നിന്റെ മേൽ വെളിപ്പെടാനിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ നീ ദൈവത്തിൻ്റെ അവകാശമാണ്. ദൈവം നിന്നെ അവകാശമാക്കി വെച്ചിരിക്കുമ്പോൾ ഈ അവകാശത്തിന്മേൽ വേറൊരു അവകാശം പറയുവാൻ ദുഷ്ടൻ്റെ പദ്ധതികൾക്ക് വിട്ടുകൊടുക്കരുത്. പ്രാർത്ഥിക്കുന്ന ദൈവവൈദങ്ങളോട്, ദൈവത്തിൻ്റെ ജനത്തോട് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് പറയാൻ കഴിയുന്ന ദൂതാണ്, വിട്ടുകൊടുത്താൽ നീ തകർന്നു പോകും, നീ നശിച്ചു പോകും. ഇവിടെയും ആസ പറയുന്നു, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു. വിട്ടുകൊടുക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച്, കർത്താവേ നിന്റെ അവകാശത്തെ നീ സംരക്ഷിക്കണമേ, സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്റെ കൈ നട്ടിട്ടുള്ളതിനെ നീ പരിപാലിക്കണമേ എന്നുള്ള തിരുവചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ കരം ഈ ദിവസങ്ങൾ ജീവിതത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടവരും. സ്വർഗം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ ധനകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.